ഈ ആശയങ്ങളെ ഒരുമിപ്പിച്ച് ഒരു സംഗ്രഹമായി താഴെ അവതരിപ്പിക്കുന്നു. മഴ, റിയൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും. വിശകലനം. 1. റിയൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച് മഴ എന്നത് ഒരു മാക്രോസ്കോപ്പിക്, സ്ഥൂലമായ പ്രതിഭാസമാണ്. ഇതിന്റെ പിന്നിലെ പ്രക്രിയ ജലത്തിന്റെ ചാക്രിക ചലനത്തെ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ആശ്രയിച്ചിരിക്കുന്നു. ബാഷ്പീകരണം, ഇവാപ്പറേഷൻ. സൂര്യൻ കടലിലെയും തടാകങ്ങളിലെയും വെള്ളത്തെ ചൂടാക്കുമ്പോൾ അത് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഘനീഭവിക്കൽ, കോണ്ടൻസേഷൻ. ഈ നീരാവി തണുത്ത അന്തരീക്ഷത്തിലേക്കെത്തുമ്പോൾ തണുത്ത് മേഘങ്ങളായി രൂപം കൊള്ളുന്നു. വർഷണം, പ്രസിപ്പിറ്റേഷൻ. മേഘങ്ങളിലെ ജലകണികകൾ ഒന്നിച്ചു ചേർന്ന് ഭാരം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം കാരണം മഴയായി താഴേക്ക് പതിക്കുന്നു. 2. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് മഴ, അടിസ്ഥാന തലത്തിലെ വിശദീകരണം. മഴ എന്നത് ദശലക്ഷക്കണക്കിന് ജലകണികകൾ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രതിഭാസമായതിനാൽ സാധാരണയായി ക്വാണ്ടം ഫിസിക്സിന്റെ വിശദമായ തത്വങ്ങൾ ഇവിടെ ഉപയോഗിക്കാറില്ല. എങ്കിലും ജലതന്മാത്രകൾ എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു, എങ്ങനെ കൂടിച്ചേരുന്നു എന്നതിന്റെ അടിസ്ഥാനം ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തരംഗ കണികാ ദ്വന്ദ്വഭാവം, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. ഓരോ ജലതന്മാത്രയ്ക്കും തരംഗ സ്വഭാവവും കണികാ സ്വഭാവവുമുണ്ട്. കണികാ സ്വഭാവം, റിയൽ ഫിസിക്സിൽ നമ്മൾ കാണുന്ന ഭാരമുള്ള കൂട്ടിമുട്ടുന്ന ജലകണിക. തരംഗ സ്വഭാവം, ഓരോ തന്മാത്രയും ഒരു ദ്രവ്യ തരംഗമായും മാറ്റർ വേവ് നിലനിൽക്കുന്നു. വലിയ മഴത്തുള്ളികൾ രൂപപ്പെടുമ്പോൾ ദശലക്ഷക്കണക്കിന് തരംഗങ്ങൾ ഒത്തുചേരുകയും അവയുടെ മൊത്തത്തിലുള്ള തരംഗ സ്വഭാവം ദുർബലമാവുകയും സ്ഥൂലമായ ക്ലാസിക്കൽ കണികാ സ്വഭാവം പ്രബലമാവുകയും ചെയ്യുന്നു. ക്വാണ്ടം ടണലിംഗ്. ക്വാണ്ടം ടണലിംഗ്. നീരാവി തന്മാത്രകൾ സംക്ഷേപണ ന്യൂക്ലിയസുകളുമായി കോണ്ടൻസേഷൻ ന്യൂക്ലിയ കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് പരസ്പരം അടുത്തുവരാൻ ഒരു ഊർജ്ജ തടസ്സം, എനർജി ബാരിയർ ഉണ്ടാവാം. ഈ തടസ്സം മറികടക്കാൻ ആവശ്യമായ ഊർജ്ജം ഇല്ലെങ്കിൽ പോലും ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് തന്മാത്രകൾക്ക് തടസ്സത്തിലൂടെ തുരങ്കം, ടണൽ തുരന്ന് അപ്പുറത്തെത്താൻ ഒരു സാധ്യതയുണ്ട്. പ്രോബബിലിറ്റി. ഈ പ്രക്രിയ ചെറിയ തോതിൽ ജലകണികകൾ രൂപപ്പെടാൻ സഹായിച്ചേക്കാം. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ്. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് -QED. ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് വാണ്ടർവാൾസ് ഫോഴ്സ് അവയെ കൂട്ടിയിണക്കി മഴത്തുള്ളിയാക്കി മാറ്റുന്നത്. QED പ്രകാരം ഈ ആകർഷണ ബലങ്ങളെ ക്വാണ്ടം തലത്തിൽ വിശദീകരിക്കുന്നത് വെർച്വൽ ഫോട്ടോൺസ് കൈമാറ്റം വഴിയാണ്. ഈ അടിസ്ഥാനപരമായ ആകർഷണമാണ് ലക്ഷക്കണക്കിന് തന്മാത്രകളെ ഒരുമിപ്പിച്ച് മഴത്തുള്ളിയാക്കി മാറ്റുന്നത്.